ഉസ്ബെക്കിസ്ഥാനിലെ ഒരു വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് ഇറക്കി വിട്ട എന്നെയും അസീസിനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. ഇതറിഞ്ഞ തുൽക്കൻ പിറ്റേ ദിവസം തന്നെ നമുക്കൊരു കല്യാണം സെറ്റാക്കി തന്നിട്ടുണ്ട്. ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഉസ്ബെക്കിസ്ഥാനിലെ ഈ കല്യാണ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് ഇവിടുത്തെ ഡോറിക്കോണോട് ഫ്രണ്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാനിവിടെ നിൽപ്പുണ്ട്. അമ്മച്ചി എന്നെ നോക്കുന്നു. ഒരു ചെറിയ നല്ല സ്ഥലമാണ് ഈ ദനാവ്. എന്താ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, എന്തോന്ന് പോയി നോക്കണം. ആൾക്കാരൊക്കെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതും ജോലി കഴിഞ്ഞ് പോകുന്നവരൊക്കെയാണ്. ഇതാ അവിടെ അമീർ തമീറിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. നമ്മൾ സമർഖന്ദിൽ കണ്ടതായിരുന്നു വലുത്. ഇതൊരു ചെറിയ സ്റ്റാച്ചു. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹലോ സലാം. ഇത് ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിട്ട് വെച്ചേക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഒരു അമ്മയും കുഞ്ഞും, അല്ലെങ്കിൽ ഒരു നേഴ്സും കുഞ്ഞും. യൂറോമെഡ്, നമ്മുടെ തുൽക്കൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. നമ്മുടെ ഡോറിക്കോണയിലെ, അതായത് ഫാർമസിയിലെ ചേട്ടനും വരുന്നുണ്ട് കല്യാണത്തിന്. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ ഇവിടെ. യെസ്, ഇന്ത്യ. അമീർ തൈമൂറിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോകും. ഇവിടെ വന്നിട്ട് നമ്മൾ അതെടുത്തില്ലെങ്കിൽ എങ്ങനെ? ഇവിടെ ഇസ്ലാം കരിമോവിൻ്റെ ഒരു കോട്ടാന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അതും ഫോട്ടോ എടുത്തിട്ട് ട്രാൻസ്ലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അറിയാവുന്ന ആരെങ്കിലും ചോദിച്ചിട്ട്. അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. നമ്മുടെ where you going? നമാസ്. ഓക്കെ തമാം. നമ്മുടെ തുൽക്കനാണ് പോകുന്നത്. പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവാണ്. ജോലിയിലെ നല്ല തിരക്ക് കാരണം ഇന്ന് 2 കല്യാണത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു കല്യാണത്തിന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകുന്നുണ്ട്. അവരോടാണ് എന്നോട് പൊക്കോളാൻ പറഞ്ഞത്. സെക്കൻഡ് കല്യാണത്തിന് തുൽക്കൻ്റെ വൈഫും അവർ 1-2 ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അമീർ തൈമൂറിൻ്റെ സ്റ്റാച്ചുവിൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വൈകുന്നേരം അതുവഴി നടക്കുന്ന ആൾക്കാരെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് തുൽക്കൻ്റെ വൈഫൊക്കെ വരുന്നത്. Hello. Patrusnya keluar. Ini. Ini. Itu second itu. Thank you. You're welcome. That's fun. Serap karena saya. I'm Iroda. Hello. Iroda. I'm Iroda. Thank you, Rahmat. ഇതാണ് കല്യാണ മണ്ഡപം, ഓഡിറ്റോറിയം. മണ്ഡപമല്ല, സോറി. ഷാറുഖ് ഖാന്റെ ബോസ്. Thank you. എല്ലാവരും ഇപ്പോൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കല്യാണ ചെറുക്കനും പെണ്ണിനും വേണ്ടിയാണ്. അതിൻ്റെ കൂടെ തന്നെ മെയിൻ സിംഗേഴ്സ് 2 പേരും വന്നിട്ടില്ല. അവർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഭയങ്കര ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ കല്യാണം. സോ ഞാൻ ഇനി കൂടുതൽ വോയിസ് ഓവർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ മ്യൂസിക് എൻജോയ് ചെയ്തു.
ülke zaferler. Davranması da bağlı edemez. Davranması ki yollarımız zamanlar yoluna പാട്ടിൻ്റെ കൂടെ തന്നെ ഇവരുടെ കല്യാണത്തിൻ്റെ ഒരു മെയിൻ സംഭവമാണ് ഡാൻസ്. എല്ലാവരും അങ്ങ് ആഘോഷമാണ്. ഇവിടുത്തെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് എല്ലാവരും. നമ്മൾ ആദ്യം വിചാരിക്കും സ്ത്രീകൾ മാത്രമേ ഡാൻസ് കളിക്കുന്നുള്ളൂ, പക്ഷേ എല്ലാവരും ഭയങ്കര ഡാൻസാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഈ സിംഗേഴ്സിൻ്റെ കൂടെ കയറി പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഈ ബോളിവുഡ് മൂവീസൊക്കെ കാണുമ്പോൾ അതിനകത്ത് റോഡിൽ കൂടെ പോകുന്നവരെല്ലാവരും വന്ന് ഡാൻസ് ആണല്ലോ. അപ്പം ഇവരുടെ ഒരു ചിന്ത ഇവിടെ ഇന്ത്യയിൽ എല്ലാവരും ഭയങ്കര ഡാൻസേഴ്സ് ആണ്. പിന്നെ നമ്മുടെ നാടിന് വലിയ ചീത്തപ്പേരുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ അവരോട് കുറച്ച് നേരം ഡാൻസ് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു അടിപൊളി കല്യാണം കൂടിയതിൻ്റെ ഭയങ്കരമായ ഹാപ്പിനെസ്.
best experience in Uzbekistan. Yeah. Let's go. Let's go home. കല്യാണത്തിന് വന്ന എല്ലാവരോടും താങ്ക്സ് പറയുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ശരിക്കും ഞാൻ ഇവരോട് അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. ഇത്രയും അടിപൊളി ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ട് തന്നതിന് തുൽക്കനോടും തുൽക്കൻ്റെ ഫ്രണ്ട്സിനോടും ഈ കല്യാണത്തിന് ഞാൻ വന്നപ്പോൾ എന്നോട് ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും സന്തോഷത്തോടെ എന്നെ ട്രീറ്റ് ചെയ്ത് എല്ലാവരെയും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓർക്കുന്നു. നിങ്ങൾക്കും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഇത്രയും അടിപൊളി മെമ്മറീസ് തന്ന ദനാവ് എന്ന് പറയുന്ന സ്ഥലത്തോട് നമ്മൾ നാളെ ഗുഡ് ബൈ പറയുകയാണ്. നാളെ ഞാൻ ഇവിടം വിട്ട് നമ്മുടെ ഈ ട്രിപ്പിലെ നെക്സ്റ്റ് രാജ്യമായ തജിക്കിസ്ഥാനിലേക്ക് പോവാണ്. അപ്പം ആ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും റഹ്മാത്ത് ദസ്വദാനിയ ഗുഡ് ബൈ.